അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ്, നമ്മൾ വലിയ ഒരു മഹാനെക്കുറിച്ച് നിരന്തരമായി സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. മഹാനായ ബഖ്തിയാർ കാക്കി തങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ യാത്രകൾ, സൂഫി മാർഗത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ, ഇതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരുപാട് യാത്ര ചെയ്തു. അങ്ങനെ ഏതായാലും അദ്ദേഹം മദീന മുനവറയിൽ എത്തിയതാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. ഉസീ സഫർ മേ ഉൻകി മുലാഖാത്ത് ഏക് ഔർ ബുസർഗ് സേ ഹുയി. ആ ഒരു യാത്രയിൽ മഹാനവറുകൾക്ക് അദ്ദേഹത്തിൻ്റെ മുലാഖാത്ത്, കണ്ടുമുട്ടൽ, വേറെ ഒരാളെയും കൂടെ കണ്ടുമുട്ടാനുള്ള വലിയ ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായി. ആ ഒരു യാത്രയിൽ അദ്ദേഹത്തിന് വേറെ ഒരാളെയും കണ്ടുമുട്ടാൻ സാധിച്ചു. മഹാനായ ഒരാളെ അദ്ദേഹത്തിന് കണ്ടുമുട്ടാൻ സാധിച്ചു. ഉനോനെ ബഖ്തിയാർ കാക്കി കോ നസീഹത്ത് കി. അദ്ദേഹം ബഖ്തിയാർ കാക്കി തങ്ങൾക്ക് നസീഹത്ത് നൽകി. എന്താണ് നസീഹത്ത് എന്നല്ലേ? ദുനിയാ കി ചീസോं की ख्वाहिश न करना. ദുനിയാവിലെ വസ്തുക്കളോട് ഒരിക്കലും ആഗ്രഹിക്കരുത്. ദുനിയാവിലെ വസ്തുക്കളോട് കൂടുതൽ സ്നേഹം നിങ്ങൾക്കുണ്ടാവരുത്. മാലോ ദൗലത്ത് ജമ്ന കർന. സമ്പത്തും സമ്പാദ്യവും കൂടുതൽ ഒരുമിച്ച് കൂട്ടരുത്. ജോ കുച്ച് മിലേ ഉസേ ഖുദാ കി റാഹ് മേ ഖർജ് കർ ദേനാ. എന്തെങ്കിലും ലഭിക്കുകയാണെങ്കിൽ അള്ളാന്റെ മാർഗത്തിൽ അത് ചെലവഴിക്കണേ. और अल्लाह की इबादत के सिवा दूसरे फुजूल कामों में वक्त न गिनवाना. അള്ളാഹുവിനെ ആരാധിക്കുന്ന വിഷയത്തില്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോൾ അള്ളാഹുവിനെ കൂടാതെ മറ്റു അനാവശ്യമായ പ്രവർത്തനങ്ങളിൽ സമയം പാഴാക്കരുത്, സമയം ചെലവഴിക്കരുത്. അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കുക, മറ്റു പായ്വേലകൾ ഉപേക്ഷിക്കുക. ഇതായിരുന്നു ഉപദേശം. ആ വലിയ മഹാന്റെ ഉപദേശം ഇതായിരുന്നു. मदीना मुनव्वरा से वापसी के बाद वो अपने मुर्शिद के साथ बगदाद में रहकर इबादत के अलावा अवाम को नेक काम करने की हिदायत करने लगे. മദീന മുനവ്വറയിൽ നിന്നും തിരിച്ചു വന്നതിനു ശേഷം തൻ്റെ മുർഷിദായ മഹാന്റെ കൂടെ ബഗ്ദാദിൽ ജീവിച്ചുകൊണ്ട്, താമസിച്ചുകൊണ്ട്, ഇബാദത്തല്ലാതെ മറ്റൊരു പ്രവർത്തനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇബാദത്ത് അദ്ദേഹത്തിന് എന്തായാലും ഉണ്ട്, അതിന് പുറമെ മറ്റൊരു പ്രവർത്തനമുണ്ട്. ആ പ്രവർത്തനമാണ് അവാമുകോ നേക് കാം കർനെ കി ഹിദായത്ത് കർനെ ലഗെ. പൊതുജനങ്ങൾക്ക് നന്മയുടെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് അവരെ സന്മാർഗത്തിലേക്ക് നയിച്ചു അദ്ദേഹം. മനസ്സിലായല്ലോ? ബച്ചപ്പൻ ഹി സേ ആപ് നേക് സീറത്ത് ഓർ പാക് ദിൽ ഇൻസാൻ തെ. ചെറുപ്പം മുതൽ തന്നെ മഹാനവറുകൾ നല്ല ചര്യയുള്ള, നല്ല രീതിയിൽ ജീവിക്കുന്ന, നല്ല ഹൃദയത്തിന്റെ മനുഷ്യനായിരുന്നു. സംശുദ്ധമായ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പാക് ദിൽ ഇൻസാനത്തെ, നല്ല ഹൃദയമുള്ള മനുഷ്യനായിരുന്നു. ആപ്കേ ദിൽ മേ അല്ലാഹ് കി സച്ചി മഹബ്ബത്ത് തേ. മഹാനവറുകളുടെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ സത്യസന്ധമായിട്ട് അള്ളാഹുവിനോടുള്ള അടങ്ങാത്ത ആഗ്രഹവും അഭിനിവേശവും സത്യസന്ധതയും എല്ലാം ഉണ്ടായിരുന്നു. ആപ് കസറത്ത് സേ നമാസ് ഓർ ദൂസരെ ഇബാദത്തോ മേ ബി മശൂൽ രഹ്തേ. മഹാനവറുകൾ ധാരാളം നിസ്കരിക്കുകയും മറ്റുള്ള ആരാധനകളിൽ മുഴുകുകയും ചെയ്തിരുന്നു. സിയാദാ വക്ത് അല്ലാഹ് കി യാദ് മേ ബസർ കർതേ. അധിക സമയവും അള്ളാഹുവിന്റെ ഓർമ്മയിൽ ചെലവഴിക്കുമായിരുന്നു. ജൈസേ ജൈസേ വക്ത് ഗുസർത്താ ഗയാ അല്ലാഹ് കെ മഹബ്ബത്ത് ने आपको दुनिया और दुनिया के मालो मता से बिल्कुल बेनियाज कर दिया था. ഏതൊക്കെയോ സമയങ്ങളിലാണ്, എപ്പോഴൊക്കെയാണോ സമയം ചെലവഴിക്കുന്നത്, ആ സമയം മുഴുവനും, ആ സമയം അത്രയും അല്ലാഹ് കി മഹബ്ബത്തിനെ, അള്ളാഹുവിനോടുള്ള ആ അദമ്യമായ സ്നേഹം, ആ ഇഷ്ക്, അനുരാഗം, ആ അനുരാഗം കാരണം തന്നെ ആപ്കോ ദുനിയ ആർ ദുനിയാക്കെ മാലാമത്താസെ. അദ്ദേഹത്തിന് ദുനിയാവും, ദുനിയാവിലെ ചരക്കുകളും, ദുനിയാവിലെ സമ്പാദ്യവും, അതിൽ നിന്നൊക്കെ
ബിൽക്കുൽ ബേനയാസ് കർ ദിയാ താ, പൂർണ്ണമായും താല്പര്യം ഇല്ലാത്ത ആളാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അധിക സമയങ്ങളും അള്ളാഹുവിനോടുള്ള മഹബത്ത് കൊണ്ട് ഊട്ടിയുറപ്പിച്ചത് കൊണ്ട് തന്നെ ദുന്യാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നൊക്കെ അദ്ദേഹം അതുമായൊരു താല്പര്യമില്ലാത്ത ആളായിരുന്നു അദ്ദേഹം. മനസ്സിലായല്ലോ. ആപ് നിഹായത് സാദാ ജിന്ദഗി ബസർ കർത്തെ, അദ്ദേഹം അങ്ങേയറ്റം ലളിതമായ ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. മുഖ്തസർ ഖാന കാത്തെ കുറച്ച് ഭക്ഷണമായിരുന്നു ഭക്ഷിച്ചിരുന്നത്. ബസ് ഇസ് ഖദർ, ഇത്ര മാത്രം, ഇത്ര അളവിലെ, എത്ര അളവിലെ, ജിസ്സേ ജിസ്മോ ജാൻ കാ റിശ്ത ബാക്കി രഹ് സകെ, ആ ഒരു അളവ് തിന്നുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരവും ജീവനും, ആ ജീവനുമായുള്ള ഒരു ബന്ധമുണ്ടല്ലോ, അത് അവശേഷിക്കും. എന്ന് പറഞ്ഞാൽ തിന്നാൻ വേണ്ടി ജീവിക്കാതെ ജീവിക്കാൻ വേണ്ടി തിന്നുക, ആ ഒരു രീതിയായിരുന്നു അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. ആ എന്ന് പറഞ്ഞാൽ തീരെ തിന്നില്ലെങ്കിൽ മരിച്ചു പോകില്ലേ, ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രം അല്പം മാത്രം ഭക്ഷിച്ചിരുന്ന വലിയ മഹാനായിരുന്നു മഹാനവറുകൾ. ഉസ്സേ സിയാദ ഖാന ആ പസന്ദിനെ ഫർമാത്തെ, അതിനേക്കാൾ കൂടുതൽ ഭക്ഷിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് ഇഷ്ടമില്ലായിരുന്നു, അദ്ദേഹത്തിന് അനിഷ്ടമായിരുന്നു. അതുകൊണ്ടായിരുന്നു അദ്ദേഹം അങ്ങനെ ജീവിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് നിങ്ങൾ എഴുതി വരിക. ഇഷ്ടപ്പെട്ട എനിക്ക് കമൻറ്റ്സ് ചെയ്യുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.